ഹലോ ഗൈസ്, അപ്പോൾ കണ്ണൂർ വരെ പോവാണ്. സോ നമ്മളിപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇനി 7 മണിൻ്റെ വണ്ടി കയറി കണ്ണൂർ പോവാണ്. ഓക്കെ, കാര്യം എന്താണെന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. എന്തിന് കണ്ണൂർ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിജിന്റെ ഹൗസ് വാമിംഗ് ആണ് ഇന്ന്. അപ്പൊ നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഇന്റർസിറ്റി കയറിയിട്ട് കണ്ണൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു മഴക്കോളുണ്ട്, കാരണം ഓണത്തിന്റെ സമയത്ത് പാലക്കാട് ഫുള്ള് മഴയായിരുന്നു. അപ്പൊ ആ മഴക്കോളൊക്കെ കണ്ട് നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷൊർണൂർ കഴിഞ്ഞു, അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞു, അങ്ങനെ നമ്മൾ ഫൈനലി കണ്ണൂർ. അങ്ങനെ കണ്ണൂർ സ്റ്റേഷന്റെ പുറത്തെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പുതിയ സ്റ്റാൻഡിലോട്ടാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്കുള്ള മാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വഴികളൊക്കെ നല്ല രസമുണ്ട്. മീൻസ് എല്ലാ ഒരു ബ്രഹ്മാണ്ഡ സെറ്റപ്പുള്ള ഒരു നല്ലൊരു ടൗണിഷ് ഫീൽ, ടൗൺ ഫീൽ. ഇവിടെ നിന്ന് ഷോപ്പിൽ എന്തെങ്കിലും കയറി കഴിച്ചാലോ? ഇതെന്താ ഉള്ളത്? ബിരിയാണി എങ്ങനത്തെ ഒന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് ഒരു ചായ, ഒരു കടി. അങ്ങനെ നമ്മൾ ഫൈനലി തളിപ്പറമ്പ് ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി തളിപ്പറമ്പ് എത്തിയിട്ട് വേണം അവിടെ നിന്ന് പയ്യാവൂർ ബസ് കയറണം. പയ്യാവൂർ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ സച്ചിൻ ജെയിംസ് ഉണ്ടാവും. ഓക്കെ, ഭയങ്കര വെയിലുണ്ട്. ഞാനാണെങ്കിൽ റൈറ്റ് സൈഡ് ഇരുന്ന് പോയി. സിറ്റിംഗ് സൈഡ് നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡാണ് വെയിൽ കുറവ്. ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ തളിപ്പറമ്പ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി തളിപ്പറമ്പിൽ നിന്ന് പയ്യാവൂർ ബസ് കയറിയിരിക്കുകയാണ്. പയ്യാവൂരിൽ സച്ചിൻ ജെയിംസ് വരും. അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് വൈകിട്ടാണ് നമ്മൾ ജിജിൻ തോമസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നല്ല വെയിലുണ്ട്. പാലക്കാട് ഇരിക്കണ എനിക്ക് പോലും ഈ വെയിൽ താങ്ങാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. സോ സച്ചിന്റെ വീട് എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറിന് ട്രാവൽ ഉണ്ട് കേട്ടോ. അതും ഇങ്ങനത്തെ ഒരു പ്രദേശമാണ്, ഒരു കുന്നിൻ പ്രദേശമാണ്. എനിക്ക് ഈ ഇങ്ങനത്തെ പ്രദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ ഈ കോട്ടയം സൈഡിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രദേശം കണ്ടിട്ടുള്ളൂ. പയ്യാവൂരെത്തി ഗൈസ്. ഇനി സച്ചിൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചിൻ വന്നാൽ നേരെ സച്ചിന്റെ വീട്ടിലേക്ക്, അവിടെ കുറച്ച് ഇരുന്നിട്ട് നേരെ ജിജിന്റെ വീട്ടിലേക്ക്. ഓക്കെ, അങ്ങനെ സച്ചി വന്നു, അവന്റെ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വീട് എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് കുറച്ച് എലിവേറ്റഡ് ആയിട്ടായിരിക്കും. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അത് ഈ ഒരു മലമ്പ്രദേശമില്ലേ, കോട്ടയംകാര. മുകളിലേക്ക് കയറണം, അതാ വീട്. ഈ ഒരു ടെറൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഈ വീട് ചുറ്റും മരങ്ങൾ, റബ്ബർ തൊടി. അങ്ങനെ നമ്മൾ സച്ചിന്റെ വീട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നേരെ ജിജിന്റെ വീട്ടിലേക്ക്. അപ്പോൾ സച്ചിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി ജിജിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 മണിക്കൂറുണ്ടോ? ഒരു മണിക്കൂറുണ്ട്. അവസാനം എല്ലാവരും ചാമ്പി ഗൈസ്. ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. അവിടെ പോയി നോക്കാം എന്താ അവസ്ഥ. ഈ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, കുന്നും പ്രദേശത്തായതുകൊണ്ട് തന്നെ ഭയങ്കര ഹെയർ പിന്ന്, വളവ്, തിരിവ് അങ്ങനെയൊക്കെയാണ് റോഡ്. പോകുമ്പോൾ തന്നെ നല്ലൊരു കാറ്റ്, നല്ലൊരു രസമൊക്കെ ഉണ്ട് കേട്ടോ. പോകുമ്പോൾ ഇപ്പുറത്ത് കാണുന്ന ഈ മലയുണ്ടല്ലോ, ഇതിന്റെ അപ്പുറത്തെ ഭാഗം കർണാടകയാണ് കേട്ടോ. അതാണ് ഗൈസ് ആലക്കോട് പള്ളി. ഫേമസ് ആണെന്നാണ് പറയുന്നത്. ഓ, ജിജിൻ ടീന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നത് കറക്റ്റ് ടൈമാണെന്ന് പറഞ്ഞു. ഫംഗ്ഷൻ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ഒന്ന് പാല് കാച്ചൽ, പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നല്ലൊരു മഴക്കോള് ഗൈസ്. ഇത്ര നേരം ഭയങ്കര വെയിലായിരുന്നു. വന്നപ്പോൾ തന്നെ നല്ലൊരു മഴക്കോള്, അത്യാവശ്യം നല്ലൊരു എന്താ പറയാ, ആംബിയൻസ് ഉള്ള സ്ഥലം. ആംബിയൻസ് മീൻസ് ഉൾപ്രദേശമാണ്, ചുറ്റും മരങ്ങളാണ്, അപ്പുറത്ത് മലയാണ്. അങ്ങനെ പറഞ്ഞു തീർന്നില്ല ഗൈസ്. അങ്ങനെ മഴയും വന്നു. ഞാൻ ഈ ലൊക്കേഷന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ലൊരു ലൊക്കേഷൻ. കയറുമ്പോൾ തന്നെ ഇതാണ് ഗൈസ്. പുറത്തും സിറ്റ് ഔട്ട്, പുറത്തും ഒരു സിറ്റ് ഔട്ട്. ഇതാണ് അടുത്തൊരു റൂം. ഇവിടെ മിററും ബാത്റൂമും ഉണ്ട്. സീലിംഗ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ്
ഒരു ബാൽക്കണി സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ബാൽക്കണി അല്ല, ഇത് വേറെ തന്നെ സെറ്റപ്പാ. ഇതിൽ കൂടെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് മുറ്റും. നമ്മൾ തേജുവിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. തേജു എൻ്റെ കൂടെ റിപ്പീറ്റ് ഉണ്ടായിരുന്ന കൂട്ടുകാരൻ. ഹായ് ഹായ്. അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ കയറിയിരിക്കുകയാണ്. ഒരു 6:30 ആകുമ്പോൾ തിരിച്ച് ഇറങ്ങണം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. ഒരു 6 മണി 6:30 ആവാനായി. സോ ഇവിടെ നിന്ന് നേരെ കണ്ണൂർക്ക് പോകേണ്ട ബസ്സിൽ കയറുന്നു. അവിടെ നിന്ന് നേരെ 10 മണിൻ്റെ വണ്ടി പിടിച്ച് ഞാൻ നേരെ പാലക്കാട്. ജനറലാണ്, തിരക്കുണ്ടാവാൻ പാടില്ല എന്ന് ആത്മവിശ്വാസത്തിൽ ഞാൻ പോകുന്നു. ഇത് പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വൈകുന്നേരത്തെ ആ ഒരു ആംബിയൻസും ആ ചന്ദ്രൻ എല്ലാം കൂടെ. സോ അങ്ങനെ ഒരു ബസ് കിട്ടി ഗൈസ്, ഡയറക്റ്റ് ടു കണ്ണൂർ. അപ്പോൾ ഇവിടെ നിന്ന് 1/2 മണിക്കൂർ ട്രാവൽ ഉണ്ട് തോന്നുന്നുണ്ട്. സോ ഇനി ഡയറക്റ്റ് കണ്ണൂർ, അവിടെ നിന്ന് നേരെ ട്രെയിൻ നേരെ പാലക്കാട്. ഫൈനലി ഞാൻ ആ കോക്ടെയിൽ കുടിച്ചു. രാവിലെ കോക്ടെയിൽ കുടിക്കാൻ പറ്റിയിട്ടായിരുന്നില്ല. അപ്പോൾ അതാ ഈ ഒരു ഷോപ്പിൽ നിന്നാണ്, കണ്ണൂർ കോക്ടെയിൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കുടിക്കുന്നത്. ഇത് ഹാഫാണ് കേട്ടോ, അത്യാവശ്യം എൻ്റെ വയറ് നല്ല ഫുൾ. അങ്ങനെ ഇപ്പോൾ പ്ലാറ്റ്ഫോം 3 ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. 9 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു, വണ്ടി കയറുന്നു, നേരെ വീട് പിടിക്കുന്നു.